ക്രൂരതയുടെ പര്യായമായിരുന്നു മേരി ഡിയർ എന്ന കപ്പലിന്റെ കപ്പിത്താനായ വില്യം തോംസൺ. കടൽ കൊള്ളക്കാരനായ വില്യം തോംസൺ കൊളോണിയൽ കാലത്ത് തന്റെ റൂട്ടൊന്ന് മാറ്റി കപ്പിത്താനായി മാറി. കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്ന പോലെയായിരുന്നു ആ ദൗത്യം വില്യം തോംസനെ വന്നെത്തിയത്. വർഷം 1820. തെക്കേ അമേരിക്കൻ രാജ്യമായ പെറു സ്പാനിഷ് കൊളോണിയൽ നിയന്ത്രണത്തിലാണെന്ന്. പെറുവിലെ ലിമ നഗരം ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ വക്കിലായിരുന്നു. ഇതിനിടെ അർജന്റീനയിലെ സൈനിക ജനറലായ ജോസ് ഡി സാൻ മാർട്ടിൻ ലിമയിൽ ആക്രമണം നടത്തുമെന്ന് ഒരു വാർത്ത വരുന്നു. ഇതെല്ലാം സ്പെയിനെ ഏറെ പേടിപ്പിച്ചു. ലിമ നഗരത്തിൽ സമാഹരിച്ച സ്വത്ത് അന്യാധീനപ്പെടുമോ എന്ന് ഭീതിയിലായി സ്പാനിഷ് അധികൃതർ. ഒടുവിൽ അവിടുത്തെ വൈസ്രോയ് ഒരു വഴി കണ്ടെത്തി. അപൂർവമായ രത്നങ്ങളും സ്വർണ്ണ പ്രതിമകളും അടങ്ങിയ സമ്പത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കോളനിയായ മെക്സിക്കോയിലേക്ക് കടത്തുക എന്നതായിരുന്നത്. ഈ സമ്പത്ത് ചില്ലറയൊന്നുമല്ലായിരുന്നു. 11 കപ്പലുകൾ വേണ്ടി വന്നു അത് വഹിക്കാൻ. ഈ കപ്പൽ വ്യൂഹത്തിന്റെ ചുമതലക്കാരനായി വൈസ്രോയ് നിയമിച്ചത് വില്യം തോംസണെയാണ്. കപ്പലുകൾ യാത്ര തുടങ്ങിയതോടെ തോംസൺ തന്റെ പഴയ വേഷം പുറത്തെടുത്തു. പെറുവിൽ നിന്ന് നിധിയോടൊപ്പം വന്ന ഉദ്യോഗസ്ഥരെയെല്ലാം കൊന്ന് കടലിലെറിഞ്ഞു. കുറച്ചുനാൾ ഒളിവിൽ കഴിഞ്ഞ ശേഷം എല്ലാം ഒന്ന് തണുത്തെന്ന് കരുതി വീണ്ടും രംഗത്തിറങ്ങിയ തോംസണെയും സംഘത്തെയും സ്പാനിഷ് അധികൃതർ പിടികൂടി. തോംസണെയും ഒരു കൂട്ടാളിയും ഒഴിച്ചുള്ളവരെ തൂക്കിലേറ്റി. തോംസനെ കൊന്നാൽ നിധിയുടെ കാര്യം മറക്കേണ്ടി വരുമെന്ന് സ്പാനിഷ് ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു. സ്പാനിഷ് അധികൃതർ തോംസണെയും കൂട്ടാളിയും കൂട്ടി കൊക്കോസ് ദ്വീപിലെത്തി. തോംസണും കൂട്ടാളിയും അതിവിദഗ്ധമായി കാട്ടിനുള്ളിലേക്ക് കടന്നു. പിന്നീട് ഇവരെ പറ്റിയോ നിധിയെപ്പറ്റിയോ ആർക്കും ഒരു വിവരവുമില്ല. 300-ലധികം പര്യവേക്ഷണങ്ങൾ പിന്നീട് കൊക്കോസ് ദ്വീപുകളിൽ നടത്തിയെങ്കിലും നിധി കണ്ടെത്താനായില്ല. മധ്യ അമേരിക്കയിലെ കോസ്റ്ററിക്ക എന്ന രാജ്യത്തിന്റെ അധീനതയിലാണ് ഇന്ന് കൊക്കോസ് ദ്വീപ്. വിനോദസഞ്ചാരികളല്ലാതെ ഇവിടെ സ്ഥിര താമസക്കാരില്ല. ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങൾക്കിടയിൽ എവിടെയോ $100 കോടി വിലമതിക്കുന്ന ആ നിധി ഒളിച്ചിരിപ്പുണ്ടെന്ന് ഇന്നും ചില സാഹസികർ വിശ്വസിക്കുന്നു. എങ്കിലും ഒരു നഗരത്തിന്റെ മൊത്തം സമ്പത്ത് എവിടെ പോയി?